നിങ്ങളിപ്പോൾ വിചാരിച്ചിട്ടുണ്ടാകും ഇവൾ ഈ ഓറഞ്ച് കൊട്ടയെടുത്ത് എങ്ങടാ പോകുന്നതെന്ന്. സോ എങ്ങടായിരിക്കും എനി ഗസ്? എങ്ങടുമല്ല, നമ്മുടെ വീട്ടിൻ്റെ മേലെ മാങ്ങ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാങ്ങ പറിക്കാനാണ് നമ്മളിന്ന് പോകുന്നത്. സോ മാങ്ങ ഇഷ്ടം പോലെ എന്നും എല്ലാ വർഷവും പോലെ ഈ വർഷം നമുക്ക് മാങ്ങ പതിവില്ലാണ്ട് കുറവില്ലാണ്ട് തന്നെ നമുക്ക് കിട്ടി. സോ ഞാനിങ്ങനെ മാങ്ങ പറിക്കുമ്പോൾ അത്യാവശ്യം നിറയെ മാങ്ങ ഞാൻ ഇങ്ങനെ പറിക്കാമെന്ന് പ്ലാനായിട്ട് ഞാൻ പറിച്ചു. അങ്ങനെ പറിക്കുന്ന സമയത്ത് എന്താ സംഭവം വെച്ചാൽ എൻ്റെ ഇഷ്ടം പോലെ പുളിയുറുമ്പുണ്ടായിരുന്നു. എൻ്റെ മൊത്തത്തിൽ കടിച്ച് തലയും എല്ലാ കൈകളിലും എല്ലാം അവിടെയും കടിച്ചു വെച്ചു. സമാധാനത്തിൽ മാങ്ങ പറിക്കാൻ പറ്റാണ്ടായി. പിന്നെ ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ ഒരു പഴുത്ത മാങ്ങ കേട് വന്ന് താഴെ കിടന്നു. നമ്മൾ ആരും ശ്രദ്ധിച്ചില്ല, അത് കേട് വന്ന് അണ്ണാൻ കഴിച്ചു. പിന്നെ നമുക്കൊരു കൊട്ട മാങ്ങ കിട്ടി. പൊക്കാൻ കഴിയില്ല, അപ്പോൾ ഞാനിങ്ങനെ വലിച്ച് കൊണ്ടുപോയി കേട്ടോ. അങ്ങനെ കൊണ്ടുപോയിട്ട് ഞാനിങ്ങനെ ഇറക്കണ സമയത്ത് കുറച്ച് കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളിങ്ങനെ ചേച്ചി മാങ്ങതാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് 2 മാങ്ങ എറിഞ്ഞു കൊടുത്തു. അപ്പോൾ അടുത്ത വീട്ടിലത്തെ കുട്ടികൾ അത് സന്തോഷത്തോടെ വാങ്ങിയിട്ട് പോയി. അതിനുശേഷം അവിടെ കുറേ കുട്ടികളുണ്ടായിരുന്നു. അവനൊക്കെ വിളിച്ച് മാങ്ങ കൊടുത്തു. പിന്നെ കുറച്ച് മാങ്ങ പറിച്ച് കൊടുക്കുക പറഞ്ഞിട്ട് വീണ്ടും മാങ്ങ പറിക്കാൻ പോയി കേട്ടോ. മാങ്ങ പറിക്കാൻ പോയിട്ട് കുട്ടികൾക്ക് ഞാൻ എറിഞ്ഞു കൊടുത്തു. സോ അഭിജിത്തിന് എറിഞ്ഞു കൊടുത്തപ്പോൾ അവൻ ക്യാച്ച് പിടിച്ചില്ല. അതിനുശേഷം അൻസിലിന് എറിഞ്ഞു കൊടുത്തപ്പോൾ അവൻ ക്യാച്ച് പിടിച്ചു. അതിനുശേഷം മാങ്ങ വാങ്ങി സന്തോഷത്തിൽ അവർ ടാറ്റ പറഞ്ഞിട്ട് പോയി. ഞാനും